വയനാട്ടിൽ BJP ചില കളികൾ കളിക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അതിന്റെ റിസൾട്ടും ഉണ്ടോ? BJP വയനാട്ടിൽ വമ്പിച്ച അട്ടിമറി നടത്തിയിരിക്കുന്നു എന്നുള്ളത് വേണം ഈ ഒരു അവസരത്തിൽ നമ്മൾ പറയാൻ. തിരുനെല്ലി പഞ്ചായത്ത് എന്നും ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിന്ന ഇടത് കോട്ട പ്രതിപക്ഷം പോലും ഇല്ലാതെ LDF ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ UDF ഒന്നാം വാർഡിൽ ശക്തമായ ലീഡ് നിലനിർത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കൽപ്പറ്റയിലും സമാനമായ രീതിയിൽ 2 വാർഡുകളിൽ കൽപ്പറ്റ നഗരസഭയിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നു. കൂതാടി പഞ്ചായത്തിലും BJP സമാനമായ രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, കൽപ്പറ്റയിൽ തിരുനെല്ലിയിൽ എല്ലാം BJP അവരുടെ സാന്നിധ്യം പ്രകടമാക്കിയിരിക്കുന്നു. ലീഡല്ല, വിജയിച്ചിരിക്കുന്നതാണ്. BJPയുടെ മുന്നേറ്റം കൂടി കാണുക, ശ്രദ്ധിക്കേണ്ടതാണ്. തിരുനെല്ലിയിൽ BJP ലീഡ് നേടുന്നു, വിജയത്തിലേക്ക് എത്തുന്നുവെന്നാണ്. കൽപ്പറ്റയിൽ 2 വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പന്തളത്ത് മുന്നേറുകയാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടണം, പന്തളത്ത് നിന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ഒപ്പം പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ കിട്ടാനുണ്ട്. സാജിദ് അജ്മൽ പാലക്കാട് നിന്ന്. സാജിദ്, പാലക്കാട്ടെ BJPയുടെ ഒരു സ്റ്റാറ്റസ് പറയൂ. നിലവിൽ 10 വാർഡുകളുടെ റിസൾട്ട് ആണ് വന്നത്. പാലക്കാട് നഗരസഭയിൽ 1ാം റൗണ്ടിൽ ഇനി 2 വാർഡുകളുടെ റിസൾട്ട് കൂടിയാണ് വരാനുള്ളത്. നിലവിലെ റിസൾട്ട് പ്രകാരം 4 BJP, 3 LDF, 3 UDF എന്ന നിലയ്ക്കാണ്. കഴിഞ്ഞ തവണ ഈ ഒരു രീതി ആയിരുന്നില്ല. BJPക്ക് ആദ്യം മുതൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. ഇനി 2 വാർഡുകളുടെ റിസൾട്ടാണ് ആദ്യ റൗണ്ടിൽ വരാനുള്ളത്. 32ഉം 33ഉം. ഇവിടെ ഈ BJP കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. ഇവിടെ ഈ വെൽഫെയർ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ് ഒന്ന്. മറ്റൊന്ന് മുസ്ലിം ലീഗിന് ആധിപത്യം ഉള്ളതും LDFനും UDFനും അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിക്കും ആധിപത്യം ഉള്ളതാണ്. അടുത്ത റൗണ്ടിൽ BJPക്കും UDFനും ഒരുപോലെ ശക്തി കേന്ദ്രങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഷൊർണൂർ നഗരസഭയിൽ BJP വലിയ കുതിപ്പ് തുടരുകയാണ്. 20 വാർഡുകൾ എണ്ണിയപ്പോൾ 9 വാർഡിലും BJP ആണ് നിലവിൽ വിജയിച്ചിരിക്കുന്നത്. ചിറ്റൂര്, പട്ടാമ്പി, ചെർപ്പുളശ്ശേരി നഗരസഭകളിൽ UDFന്റെ മുന്നേറ്റം. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പോകട്ടെ. വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് വിജിൻ LDF 14, NDA 14. കോർപ്പറേഷന്റെ കാര്യമാണ് പറയുന്നത്. കോർപ്പറേഷനിൽ ഇപ്പൊ തന്നെ 50ഓളം സീറ്റുകൾ എണ്ണിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ BJP 2 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ഒരർത്ഥത്തിൽ ഇഞ്ചോടിഞ്ചാണ്. അല്പസമയം മുമ്പ് 14 ആയിരുന്നു, ഇപ്പൊ 14-16 ആയിരിക്കുന്നു. 2 സീറ്റിൽ BJP ആണ് ലീഡ് ചെയ്യുന്നത്. വിജിൻ, ഞാൻ ചോദിക്കുന്നത്, എണ്ണിക്കൊണ്ടിരിക്കുന്ന മേഖലകൾ ഏതാണ്? LDFന് ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ടോ? വിജിൻ കേൾക്കുന്നോ? വിജിൻ, തിരുവനന്തപുരത്തിന്റെ കഥ എന്താണ്? ആകെ 50ഓളം സീറ്റ് എണ്ണിക്കഴിയുമ്പോൾ 2 സീറ്റിന്റെ ലീഡ് LDFനേക്കാൾ കൂടുതൽ NDAയ്ക്കുണ്ട്. എണ്ണിക്കൊണ്ടിരിക്കുന്ന മേഖല ഏതാണ്? LDFന് ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ടോ എണ്ണാൻ കിടക്കുന്ന സ്ഥലങ്ങളിൽ? ഒപ്പത്തിനൊപ്പമുള്ള മുന്നേറ്റം എന്ന് പറയാം. അതായത് NDA മുന്നേറ്റം ഉണ്ടാക്കുന്നു. അതിന് തൊട്ട് പിറകിലായി തന്നെ LDF ഉണ്ട്. 2 സീറ്റുകളുടെ വ്യത്യാസത്തിലൊക്കെയാണ് ഫലം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 7 നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കുന്നു. അതിലും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം